Hi dear students, welcome back to Alex E Academy. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ തിൻ സിലിണ്ടറിക്കൽ വെസലിൻ്റെ എഫിഷ്യൻസി ഓഫ് എ ജോയിൻ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി യൂണിവേഴ്സിറ്റി എക്സാംസിന് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ എങ്കിലും തിൻ സിലിണ്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. ചെറിയൊരു ടോപ്പിക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാവുന്നേ ഉള്ളൂ. കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിക്കേണ്ട ടോപ്പിക്കൊന്നുമല്ല. എഫിഷ്യൻസി ഓഫ് ജോയിൻറ്റ്. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ജോയിൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഇൻ എ സിലിണ്ടറിക്കൽ വെസൽ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, സിലിണ്ടറിക്കൽ വെസൽ ഇപ്പോൾ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിയ കണ്ടെയ്നറാണ് നമ്മൾ ഈ വെസൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഒറ്റ പീസ് ഓഫ് മെറ്റീരിയൽ കൊണ്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഒരു പർട്ടിക്കുലർ പീസ് അടുത്തൊരു പീസുമായിട്ട് വെൽഡ് ചെയ്യോ റിവെറ്റ് ചെയ്തോ ഒക്കെ ജോയിൻ ചെയ്തിട്ടായിരിക്കും ആ ഫുൾ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ജോയിൻസ് വരുമ്പോൾ ആ ഒരു ഫുൾ വെസലിൻ്റെ പല ജോയിൻറ്റുകളിലും സ്ട്രെങ്ത്തിന് കുറച്ച് ലോസ് വരാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ തന്നെ ഒരു പീസ് ഓഫ് മെറ്റൽ വെക്കുന്നതിന് പകരം രണ്ട് മെറ്റൽ തമ്മിൽ ജോയിൻ ചെയ്ത് വെൽഡ് ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ആ ജോയിൻറ്റ് വരുന്നിടത്ത് ചെറിയൊരു സ്ട്രെങ്ത് ലോസ് ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഒരു എഫിഷ്യൻസി ഓഫ് ജോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ജോയിൻസ് ആണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് എഫിഷ്യൻസിയാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഈറ്റ എൽ എഫിഷ്യൻസിയെ നൊട്ടേറ്റ് ചെയ്യുന്ന ഈറ്റ എൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ്. അപ്പോൾ ഈറ്റ എൽ എന്ന് വെച്ചാൽ എഫിഷ്യൻസി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ്, ഈറ്റ സി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമുക്ക് രണ്ട് സ്ട്രെസ്സാണ് ഉള്ളത്, സിഗ്മ 1 ഉണ്ട്, സിഗ്മ 2 ഉണ്ട്. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഡി ബൈ 2Tയും മറ്റേത് പി ഡി ബൈ 4Tയും. ഇനി സിഗ്മ 1 എന്ന് പറഞ്ഞ സർക്കംഫറൻഷ്യൽ ജോയിൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന എഫിഷ്യൻസി ഏതാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസിയാണ്. ശ്രദ്ധിക്കണം, സിഗ്മ 1 സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സാണ്. ആ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കൊടുക്കുന്ന എഫിഷ്യൻസി ഈറ്റ എല്ലാണ്. അതേപോലെ സിഗ്മ 2 ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ സിഗ്മ 2 = പി ഡി ബൈ 40 ആണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് പി ഡി ബൈ 40 ഇൻറ്റു 1 ഈറ്റ സി സർക്കംഫറൻഷ്യൽ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസിയാണ്. അപ്പോൾ യൂഷ്വലി എല്ലാവരും തെറ്റിക്കുന്ന ഒരു പോയിൻ്റ് ഇതാണ്. ഇക്വേഷൻ ഇതാണ്, ഇൻറ്റു 1 ഈറ്റ ഇൻറ്റു 1 ഈറ്റ എന്ന് പറയുന്ന ഒരു ടേമാണ് എക്സ്ട്രാ വരുന്നത്. ശ്രദ്ധിക്കേണ്ട, സിഗ്മ 1 വരുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസിയും സിഗ്മ 2 വരുന്നത് സർക്കംഫറൻഷ്യൽ എഫിഷ്യൻസിയുമാണ്. ഇത്രയും മാത്രമേ ഉള്ളൂ ഓർത്തിരിക്കാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ പഠിച്ച അതേ കാര്യങ്ങളാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും ചേഞ്ച് വരുമ്പോൾ ഞാനത് എക്സ്ട്രാ എടുത്ത് പറയാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോയിലർ ഈസ് സബ്ജക്റ്റഡ് ടു ആൻ ഇൻറ്റേർണൽ സ്റ്റീം പ്രഷർ ഓഫ് 2 Newton per mm square. The thickness of the boiler is 2 cm. The permissible stress is 120 Newton per mm square. Find the maximum diameter when the efficiency of longitudinal joint is 90% and efficiency of circumferential joint is 40%. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റാസൊക്കെ എടുത്ത് എഴുതാം. ഇപ്പോൾ ഗിവൺ ഡാറ്റയിൽ ആദ്യം ഇൻറ്റേർണൽ പ്രഷർ 2 Newton per mm square, ഈറ്റ എൽ എഫിഷ്യൻസി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ് 90% ആണ്. അതിനെ പോയിൻ്റ് ആക്കുമ്പോൾ 90/100 which is equal to 0.9. എഫിഷ്യൻസി ഓഫ് സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ് 0.4. തിക്നെസ് എത്രയാണ്? 2 cm ആണ്, 20 mm. ഇനി അടുത്തത് നമുക്ക് പെർമിസിബിൾ സ്ട്രെസ് 120 Newton per mm square ആണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ലെക്ചറിൽ നമ്മൾ സാധാ തിൻ സിലിണ്ടർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്, സിലിണ്ടറിക്കൽ വെസലിൽ പെർമിസിബിൾ സ്ട്രെസ് എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിട്ട് എടുക്കാം. പക്ഷേ ഈ ജോയിൻറ്റിൻ്റെ പ്രോബ്ലം വരുമ്പോൾ, അതായത് ജോയിൻറ്റ് എഫിഷ്യൻസി തരുമ്പോൾ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം? സിഗ്മ 1 സിഗ്മ 2 ഇക്വേഷനിൽ ഇത് മാറി മാറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എടുക്കുന്ന, അതായത് ഫേവറബിൾ ആയിട്ടുള്ള വാല്യൂ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ചേഞ്ച്. പെർമിസിബിൾ സ്ട്രെസ് എന്ന് മാത്രമേ വന്നിട്ടുള്ളെങ്കിൽ നോർമൽ പ്രോബ്ലംസിലൊക്കെ നമുക്കത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്നുള്ള വാല്യൂവിനോട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു പ്രോബ്ലത്തിൽ ജോയിൻറ്റിൻ്റെ പ്രോബ്ലം വരുമ്പോൾ, കാരണം ഇവിടെ ജോയിൻറ്റ് എഫിഷ്യൻസി നിങ്ങൾക്ക് കാണാൻ പറ്റും. ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റ് എഫിഷ്യൻസി 40യും സർക്കംഫറൻഷ്യൽ ജോയിൻറ്റ് എഫിഷ്യൻസി 40യും മറ്റേത് 90യും ആണ്. അപ്പോൾ സിഗ്മ 1 വാല്യൂ ആണോ സിഗ്മ 2 വാല്യൂ ആണോ ഹയർ വരാൻ പോകുന്നതെന്ന് നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പെർമിസിബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ വന്നേക്കുന്നത് നമുക്ക് സിഗ്മ 1 സിഗ്മ 2 ഇട്ട് കൊടുത്തിട്ട് എന്താണോ കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ അകത്തുനിന്ന് സ്യൂട്ടബിൾ വാല്യൂ വേണം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സിഗ്മ 1, അതായത് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് സിഗ്മ 1 = നമുക്ക് ഇക്വേഷൻ അറിയാം, പി ഡി ബൈ 2T. ഇനി
ഇൻറ്റു 1 എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഈറ്റ എല്ലാണ് വരുന്നത്. ഈ ഇക്വേഷനിൽ നമുക്ക് ആദ്യം സിഗ്മ 1ന് 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ സിഗ്മ 1ന് വരെ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ളത് ഡയമീറ്റർ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഗിവൻ ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി 2 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. 20 ഇൻറ്റു ഈറ്റ എൽ അല്ലേ, ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസി എത്രയായിരുന്നു? 90 ആണ്. അപ്പോൾ 0.9. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് ആകെ അൺനോൺ ഉള്ളത് ഡി ആണ്. ഡി കിട്ടും. ഡി എത്രയാണ് കിട്ടിയത്? 1920 mm എന്ന് കിട്ടി. 1920 mm എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് കേസ് 1. കേസ് 1 എന്താണ്? കേസ് 1 കേസ് 1ൻ്റെ അകത്ത് സിഗ്മ 1 സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനാണ് നമ്മൾ 120 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അടുത്ത കേസ് 2 സിഗ്മ 2 ഈസ് ഈക്വൽ ടു 120. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് 120 കൊടുത്തിട്ട് ഡി എത്ര കിട്ടുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും സിഗ്മ 2 ഈസ് ഈക്വൽ ടു പി ഡി ബൈ 40 ഇൻറ്റു അവിടെ വരുന്ന എഫിഷ്യൻസി ഏതാണ്? സിഗ്മ സി ആണ് അല്ലേ, സർക്കംഫറൻഷ്യൽ എഫിഷ്യൻസിയാണ് ഈ ഇക്വേഷനിൽ വരുന്നത്. അപ്പോൾ സിഗ്മ 2ന് ഒരു 120, പിന് വരും 2, ഡി അറിയത്തില്ല, 4 ഇൻറ്റു ടിന് വരും 20, സർക്കംഫറൻഷ്യൽ സ്ട്രെസ് 0.4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 2160 എന്നാണ് കിട്ടിയത്. ഇനി ഇതിൻ്റെ അകത്ത് ഏത് വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത്? അതായത് രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഏത് വാല്യൂ ആണ് എടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിഗ്മ 1 ആണെങ്കിലും സിഗ്മ 2 ആണെങ്കിലും ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി. ശരിയല്ലേ? ഇക്വേഷനിലൊക്കെ ഡി വരുന്ന ന്യൂമറേറ്ററിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സിഗ്മ വാല്യൂ കൂടുമ്പോൾ ഡി വാല്യൂ കൂടും, അല്ലെങ്കിൽ ഡി വാല്യൂ കൂടുമ്പോൾ സിഗ്മ വാല്യൂ കൂടും. അപ്പോൾ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും? മിനിമം ഓഫ് 2 വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ താഴെ എടുത്ത് എഴുതേണ്ടത് ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബോയിലർ വിൽ ബി മിനിമം ഓഫ് ദ ഫൈൻഡഡ് വാല്യൂ. അപ്പോൾ ഏത് വാല്യൂ സെലക്ട് ചെയ്യണം? ഡി ഈസ് ഈക്വൽ ടു 1920 എന്ന് പറയുന്ന വാല്യൂ എടുക്കുക. സിൻസ് റീസൺ എന്താണ്? സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്, ടി അല്ല ഡി ആണ്. സിഗ്മ 1ഉം സിഗ്മ 2ഉം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ആണ്. അപ്പോൾ രണ്ടും സാറ്റിസ്ഫൈ ആണെങ്കിൽ ഡി എടുക്കുമ്പോൾ മിനിമം വാല്യൂ വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ജോയിൻ്റ് എഫിഷ്യൻസിയിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം. അപ്പോൾ ജോയിൻ്റ് എഫിഷ്യൻസിയുടെ സെക്കൻഡ് പ്രോബ്ലമാണ്. നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടി നോക്കിയിട്ട് ഈ ഒരു ജോയിൻ്റ് എഫിഷ്യൻസി എന്ന് പറയുന്ന ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ സിലിണ്ടർ ഓഫ് തിക്നെസ് 1.5 cm ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് maximum internal pressure of 1.5 Newton per mm square. The ultimate tensile stress in the material of the cylinder is 300 Newton per mm square and factor of safety 3 and joint efficiency 80%. Determine the diameter of the cylinder. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നമുക്ക് തന്നേക്കുന്നത് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് അൾട്ടിമേറ്റ് സ്ട്രെസ്സും ഫാക്ടർ ഓഫ് സേഫ്റ്റിയും ആണ്. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വർക്കിംഗ് സ്ട്രെസ്സാണ്. വർക്കിംഗ് സ്ട്രെസ്സ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഗിവൺ ഡാറ്റ എഴുതാം. തിക്നെസ് തന്നേക്കുന്ന 1.5 cm ആണ്. ഇൻറ്റേർണൽ പ്രഷർ തന്നേക്കുന്ന 1.5 Newton per mm square ആണ്. അൾട്ടിമേറ്റ് സ്ട്രെസ് 300ഉം ഫാക്ടർ ഓഫ് സേഫ്റ്റി 3ഉം. അപ്പോൾ അവിടെ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് കിട്ടും. ഇനി വർക്കിംഗ് സ്ട്രെസ് എങ്ങനെ സിഗ്മ 1 ആയി എന്നുള്ളത് ഡൗട്ട് അടിക്കേണ്ട. ഇപ്പോൾ സിഗ്മ 1നെ പറ്റി ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇത് മൊഡ്യൂൾ 1ൽ നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. അപ്പോൾ 300/3 ചെയ്യുക, നമുക്ക് 100 Newton per mm square കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ ജോയിൻ്റ് എഫിഷ്യൻസി എന്ന് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ എഫിഷ്യൻസി എന്നും സർക്കംഫറൻഷ്യൽ ജോയിൻ്റ് എഫിഷ്യൻസി എന്നും സെപ്പറേറ്റ് തരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ജോയിൻ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈറ്റ എൽ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസിയെ നമ്മൾ ജോയിൻ്റ് എഫിഷ്യൻസി എന്ന് സിംപ്ലിഫൈ ചെയ്തും പറയാറുണ്ട്. അപ്പോൾ തന്നേക്കുന്നത് ഈറ്റ എൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 80%. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 0.8 എന്ന് എഴുതാം. ഇനി ഈറ്റ എല്ല് വരുന്ന ഇക്വേഷൻ ഏതാണ്? ഈറ്റ എല്ല് വരുന്ന ഇക്വേഷൻ സിഗ്മ 1 ആണ് അല്ലേ. സിഗ്മ 1 ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2t ഇൻറ്റു 1/ഈറ്റ എൽ. അപ്പോൾ ഈറ്റ എല്ല് തന്നിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് സിഗ്മ 1 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നേക്കുന്നത് സ്ട്രെസ് സിഗ്മ 1 ആണെന്ന് നമുക്ക് എടുക്കാം. കൺഫ്യൂഷനൊന്നും വേണ്ട നിങ്ങൾക്ക് ഡൗട്ടുള്ളവരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ
joint efficiency means the efficiency of longitudinal joint, so eta L is equal to 0.8. Therefore we have sigma 1 is equal to PD by 2T into 1 by eta L. അപ്പോൾ സിഗ്മ നമുക്ക് എത്രയാണ് വർക്കിംഗ് സ്ട്രെസ് കിട്ടിയത് 100 ആണ്, പി 1.5 ആണ്, ഡി അറിയത്തില്ല, 2 ഇൻറ്റു ഈറ്റ 0.8 ആണ്, ടി എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു 1.6 മീറ്റർ അല്ലെങ്കിൽ 160 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ജോയിൻ്റ് എഫിഷ്യൻസി ഇൻ തിൻ സിലിണ്ടറാണ് പഠിച്ചത്. ചെറിയൊരു ടോപ്പിക്കാണ്, യൂണിവേഴ്സിറ്റിക്ക് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക, കാണാപ്പാടം പഠിക്കാനായിട്ടൊന്നുമില്ല. 2 എഫിഷ്യൻസി മാത്രമേ ഉള്ളൂ, ഈറ്റ എല്ലും ഈറ്റ സിയും. അത് ഏത് ഇക്വേഷനിലാണോ വരുന്നതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അതേപോലെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ജോയിൻ്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോഞ്ചിറ്റ്യൂണൽ ജോയിൻറ്റിൻ്റെ എഫിഷ്യൻസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെക്ചറിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ലെക്ചറിൽ വീണ്ടും കാണാം. ബൈ.